ബാർകോഡ് ആരോപണത്തിൽ ഇടുക്കി ജില്ലയിൽ ക്രൈംബ്രാഞ്ച് പരിശോധന. ക്രൈംബ്രാഞ്ച് സംഘം അണക്കരയിലേക്ക് പുറപ്പെട്ടു. സ്പൈസസ് ഗ്രോവ് ഹോട്ടൽ ഉടമയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും. 2 ലക്ഷം രൂപ നൽകിയെന്ന് അനുമോൻ വെളിപ്പെടുത്തിയ ഹോട്ടലാണ് സ്പൈസ് ഗ്രോവ്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ഈ ഹോട്ടൽ ഉടമയുടെ മൊഴി രേഖപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സംഘം അണക്കരയിലേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിമാലിയിലേക്ക് പോയ ശേഷം അടിമാലിയിൽ നിന്നാവും അണക്കരയിലേക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയാണ് ഈ സ്പൈസ് ഗ്രോവ് ഹോട്ടൽ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള അരവിന്ദാക്ഷനെ ഈ ക്രൈംബ്രാഞ്ച് സംഘം ബന്ധപ്പെടുകയും ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തണം, അതിന് തങ്ങൾ എത്തുമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തത്. ഇത് ഏത് സമയത്ത് ഇവർ എത്തുമെന്നുള്ള കാര്യം ഇപ്പോഴും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അരവിന്ദാക്ഷൻ പറയുന്നത്. എന്തായാലും ഈ ഒരു ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ എത്തി വിശദമായി മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാറിൽ എത്തിയ സംഘം അടിമാലിയിൽ എത്തി. അടിമാലിയിൽ ഈ ബാർ ഉടമകളായിട്ടുള്ള ആളുകളുമായി മൊഴി രേഖപ്പെടുത്തിയ ശേഷമാവും ഇടുക്കിയിലേക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാറിൽ ഇത്തരത്തിൽ ചില ബാർ ഉടമകളെ വിളിച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ അന്വേഷിച്ചു എന്നുള്ളതാണ് മൂന്നാറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിൽ ചില വ്യക്തതകൾ വരേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഈ ഒരു അനിമോന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് സ്പൈസ് ഗ്രോവ് ഹോട്ടലിൽ 2 ലക്ഷം രൂപ നൽകി ഇടുക്കി ജില്ലയിൽ നൽകി എന്നുള്ള ഒരു കാര്യമാണ് വെളിപ്പെടുത്തിയിരുന്നത്. അതിൽ എന്തുമാത്രം വസ്തുതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാട് ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പരിശോധനയിലുണ്ടാവും. ചോദ്യം ചെയ്യലിലൂടെ അതിലൊരു വ്യക്തത വരുത്താനാവും ക്രൈംബ്രാഞ്ച് കൃത്യമായി ശ്രമിക്കുക. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെ ഏതാനും മണിക്കൂറുകളിൽ തന്നെ ഈ ഒരു ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ക്രൈംബ്രാഞ്ച് സംഘം അവിടെ എത്തി നടപടിക്രമങ്ങളിലേക്ക് കടക്കും. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.